നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാർവാറിൽ പാലം തകർന്ന് ലോറി പുഴയിൽ വീണു. ഈ ലോറി പുറത്തെത്തിച്ചിരിക്കുകയാണ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം. മൽപ്പയുടെ നേതൃത്വത്തിലാണ് ലോറി കരയ്ക്കെത്തിച്ചത്. കരയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം ദൂരെയായിരുന്ന ലോറി 4 ക്രെയിനുകൾ ഉപയോഗിച്ചായിരുന്നു കരയ്ക്കെത്തിച്ചത്. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് ലോറി പുറത്തെടുക്കാനുള്ള ദൗത്യത്തിന് തുടക്കമായത്. ഓഗസ്റ്റ് 7-നാണ് പാലം തകർന്നു വീഴുന്നത്. കാളി നദിക്ക് കുറുകെ ഗോവയെയും കർണാടകയും ബന്ധിപ്പിച്ചിരുന്ന പാലമാണിത്. നദിയിൽ വീണ ലോറിയിൽ നിന്ന് ഡ്രൈവർ ബാലമുരുകനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. ഒരു പകൽ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ലോറി പുറത്തെത്തിച്ചത്. ഈശ്വർ മൽപ്പയും 4-അംഗ ഡൈവിംഗ് സംഘവുമാണ് കാളി നദിയിൽ ഇറങ്ങിയത്. ആദ്യ നടപടി ലോറി നദിയിൽ എവിടെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ലോറി കണ്ടെത്തിയ ശേഷം അതിൽ വടങ്ങൾ ബന്ധിപ്പിച്ചു. പിന്നീട് സമയമെടുത്ത് ഘട്ടങ്ങളായി 3 ക്രെയിനുകളുടെ സഹായത്തോടെ ലോറി കരയിലേക്ക് വലിച്ചടുപ്പിക്കുകയായിരുന്നു. ഇതിനിടയിൽ പലപ്പോഴും വടം പൊട്ടിപ്പോയി. നദിയിലെ കല്ലുകൾ ലോറി വലിച്ചടുപ്പിക്കുന്നതിന് തടസ്സവും സൃഷ്ടിച്ചു. ഒടുവിൽ 6 മണിയോടെ കരയ്ക്ക് സമീപം എത്തിച്ച ലോറി മറ്റൊരു ക്രെയിൻ കൂടി കൊണ്ടുവന്ന് അതിനുശേഷം ഉയർത്തി പുറത്തെത്തിക്കുകയായിരുന്നു. അർജുന്റെ ലോറി പുറത്തെടുക്കുന്നതിന് മുമ്പുള്ള ട്രയൽ റണ്ണാണിതെന്ന് ലോറി പുറത്തെടുത്ത ശേഷം ഈശ്വർ മൽപ്പെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ്. ഷിരൂരിലെ മണ്ണിടിച്ചിൽപ്പെട്ട അർജുനെ കാണാതായിട്ട് ഇന്ന് 1 മാസം ആവുകയാണ്. അർജുനായി കഴിഞ്ഞ ദിവസം നിർത്തിവെച്ച ഷിരൂർ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ ഇന്ന് വീണ്ടും തുടരും. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ തെരച്ചിൽ നടത്തുക മുങ്ങൽ വിദഗ്ധരായിരിക്കും. അനുമതി കിട്ടിയാൽ നേവിയും എത്തും. അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗത്താണ് പരിശോധന നടത്തുന്നത്. രാവിലെ 9 മണി മുതലാണ് തെരച്ചിൽ. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയുടെ സംഘാംഗങ്ങൾ NDRF, SDRF എന്നിവർ ഇന്ന് തെരച്ചിലിനുണ്ടാകും. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയാൽ നാവികസേനയും തെരച്ചിൽ പങ്കെടുക്കും. അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗത്തായിരിക്കും തെരച്ചിൽ നടത്തുന്നത്. അർജുന് പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരെയും കണ്ടെത്താനുണ്ട്. എന്തായാലും രാവിലെ 10 മണിയോടെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാവികസേനയിലെയും ഈശ്വർ മൽപ്പ സംഘത്തിലെയും മുങ്ങൽ വിദഗ്ധർ നദിയിൽ മുങ്ങി പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അർജുന്റെ വാഹനത്തിന്റെ ഹൈഡ്രോളിക് ജാക്കിയും മരത്തടി കെട്ടാൻ ഉപയോഗിച്ച കയറും കണ്ടെത്തിയിരുന്നു. NDRF, SDRF സംഘങ്ങളും 10 മണിയോടെ പരിശോധനയ്ക്ക് എത്തും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.